എന്താണ് സിൻഡ്രോം എക്സ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു റൂട്ട് കോസായി വരുന്ന ഒരുപാട് പ്രോബ്ലംസിന്റെ ഒരു കോമ്പിനേഷനാണ് സിൻഡ്രോം എക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ പ്രോബ്ലംസ്? അതിൽ പ്രധാനമായിട്ടും വരുന്നത് BP കൂടുന്ന അവസ്ഥ, കൊളസ്ട്രോൾ ലെവൽ, അതിൽ തന്നെ HDL കൊളസ്ട്രോൾ കുറയുക, LDL കൊളസ്ട്രോൾ കൂടുക, ട്രൈഗ്ലിസറൈഡ് ലെവൽ ഇൻക്രീസ് ആവുക, ഇൻഫ്ലമേഷൻ ഓഫ് ദ ആർട്ടറീസ്, മെയിൻലി ഈ ആർട്ടറീസ് ഇൻഫ്ലെയിംഡ് ആവുകയും അത് ബ്ലഡ് ക്ലോട്ടിംഗ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഹാർട്ടിലേക്ക് അതുപോലെ ബ്രെയിനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അത് ലേറ്റർ സ്റ്റേജിൽ ഹാർട്ട് അറ്റാക്ക് അതുപോലെ സ്ട്രോക്ക് പോലുള്ള സീരിയസ് ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ സിൻഡ്രോം എക്സിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല, കാരണം ഇത് ഒരുപാട് പ്രോബ്ലംസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. സോ എങ്ങനെയാണ് ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ്? അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം? അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. നമ്മൾ യൂഷ്വലി നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ, അതായത് ടോട്ടൽ കൊളസ്ട്രോൾ അതുപോലെ ഫാസ്റ്റിംഗ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറുണ്ട്. ട്രൈഗ്ലിസറൈഡ് HDL കൊളസ്ട്രോളിൻ്റെ റേഷ്യോ മോർ ദാൻ 2 ആണെങ്കിൽ അവർക്ക് സിൻഡ്രോം എക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവരുടെ BP ഹൈ ആണ്, വേസ്റ്റ് ലൈൻ വളരെ കൂടുതലാണ്, അതായത് സെൻട്രൽ ഒബേസിറ്റി, ബെല്ലി ഫാറ്റ്, വിസറൽ ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ ഒരു സിൻഡ്രോം എക്സിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. ഈ എല്ലാ പ്രോബ്ലംസും ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ടും കണക്റ്റഡ് ആണ്. I hope I have added some values. Please like, share and comment any doubts if you have in the comment section and share it to those who are in it.